ബെന്നി തോമസ് സ്വയം രാജിവച്ചത് നിയമനത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിപക്ഷമുയർത്തിയ സ്വജനപക്ഷപാത ആരോപണങ്ങളെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് തന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫ് പദവി രാജിവച്ചതെന്ന് വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് സണ്ണി ജോസഫിന്റെ അളിയനും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ ഈ നിയമനത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ബെന്നി തോമസ് ഞായറാഴ്ച മുഖ്യമന്ത്രിക്ക് തന്റെ രാജി സമർപ്പിക്കുകയായിരുന്നു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ബെന്നി തോമസ് രാജിവെച്ച വിവരം മന്ത്രി സണ്ണി ജോസഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സഹോദരീ ഭർത്താവായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിൽ യാതൊരുവിധ നിയമപ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ബെന്നി തോമസിനെ പോലെ പ്രാഗൽഭ്യവും വിശ്വസ്തതയുമുള്ള ഒരാളെ വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തനിക്ക് ആവശ്യമായിരുന്നു. നിയമന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചു. പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിന് യോഗ്യതയോ അയോഗ്യതയോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ അവിടെ അയോഗ്യത കണ്ടില്ല. എല്ലാവരും ബെന്നി തോമസ് തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത്. KPCC യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പരാമർശം ഉണ്ടായി. ആ വ്യക്തി തന്നെ പിന്നീട് അത് തിരുത്തി പറഞ്ഞു. ഒരുപാട് ഉത്തരവാദിത്തമുള്ള വകുപ്പുകളാണ് വൈദ്യുതിയും പരിസ്ഥിതിയും. സഹായിക്കാൻ വിശ്വസ്തതയും കൂറുമുള്ള എനിക്കറിയാവുന്ന ഇവിടത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് ബെന്നിയെ നിയോഗിച്ചത്. വിവാദമായപ്പോൾ അദ്ദേഹം തന്നെ രാജിവെച്ചു. ബെന്നി തോമസ് ആരാണെന്നറിയണമെങ്കിൽ ഉളിക്കൽ പോയി അന്വേഷിച്ചാൽ മതിയെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി VD സതീശന്റെ ആവശ്യപ്രകാരമാണോ രാജി എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. LDF ഭരണകാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധുക്കളെ നിയമിക്കുന്നതിനെതിരെ UDF നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഭരണം മാറിയതിനു പിന്നാലെ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബെന്നി തോമസിന്റെ നിയമനം ചൂണ്ടിക്കാട്ടി LDF രംഗത്ത് വരികയായിരുന്നു.